ഓ അടിപൊളി അടിപൊളി എൻ്റെ ദൈവമേ ആ സ്റ്റിക്ക് അടിച്ചു കേട്ടോ. ഓ എൻ്റെ പൊന്നെ എന്തോ സാധനം ഇത്. ഓയ്യോ പടക്ക സാധനം നോക്കി വേണ്ട കാസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അതെ ഇത് കണ്ട കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന വഴിയാണ്. ഇന്നത്തെ വള്ളത്തിൻ്റെ അമരക്കാരൻ അനീഷാണ്. നോക്കിയേ ഒരു റോഡൊക്കെ ഓടിച്ചിട്ടിരിക്കുക. എന്താണ് അത്? കുരുവാളയാണോ? നല്ല അടിപൊളി ഒരു കുരുവാള ചത്തുകയും കിടപ്പുള്ളത്. സൂപ്പർ സാധനം. ഇത് ചാകുന്ന എന്തോ കൊണ്ടാണ്? വല്ല ചൂടയിൽ അടിച്ചതാണോ? അത് വലയെന്ന് വിട്ടു വന്നായിരിക്കും അല്ലേ? അതാ ഒന്ന് കാണിച്ചാൽ അങ്ങോട്ടൊന്ന് നോക്കട്ടെ. ചെറുതല്ലേ? തീർത്തേക്കുന്നേ ഉള്ളൂ, വലിയ വലിപ്പമില്ല. ആണ്ട കിടക്കുന്നു, ചത്തതും കിടക്കുന്നുണ്ട. അങ്ങനെ കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക. വലുതായിരുന്നു പറയണ്ടേ? സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. തുഴ ഉണ്ടായിരുന്നു, അണ്ണനെ കൊണ്ട് എറിയിപ്പിക്കായിരുന്നല്ലേ? രണ്ട് തുഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചോ? അടിച്ചില്ലേ? അടിച്ചു മോനെ, അടിച്ചടിച്ചടിച്ചടിച്ചു. ആ അനീഷൊരു വാഹ അടിച്ചിട്ടുണ്ടല്ലേ കേട്ടോ. അടിപൊളി അടിപൊളി എൻ്റെ ദൈവമേ ആ സ്റ്റിക്ക് അടിച്ചു കേട്ടോ. കണ്ടോ ആ സ്റ്റിക്ക് അടിച്ചു എന്നെ സഹായിക്കും സാധനം പോയി ഉണ്ടോ ഉണ്ടോ? അയ്യോ എൻ്റെ പൊന്നെ, വിഷമിക്കണ്ട. ഹെവി സാധനതേ ഇത് കണ്ട, ഹെവി സാധനം അവിടെ സ്റ്റിക്ക്. നോക്കി നല്ല കിടുക്കാച്ച സാധനം കണ്ടോ. അത് കണ്ടോ പുള്ളിയുടെ സ്റ്റിക്ക് ഒടിച്ച സാധനം ഇത്. നീലേ ഈ സൈഡ് പുറോട്ടില്ലേ? ഈ സൈഡ് ഇട്ട് പിടിക്കും. ഇത്ര ഇട്ട് പുറോട്ട് ആ ഇറങ്ങിപ്പോയി. ആദ്യം ഒരടി അടിച്ച്, ഫസ്റ്റ് ഒരടി അടിച്ചതാ. അടിച്ച് ആടാ മീനെ പറഞ്ഞടിപ്പിച്ചത് ആടാ. സ്കിപ്പ് ചെയ്ത് അകത്ത് കയറി അടിച്ചത് ആണ്ടാ. വെള്ളം. ഓ എൻ്റെ പൊന്നെ എന്തോ സാധനം ഇത്. ഓയ്യോ പടക്ക സാധനം നോക്കി. കിടു സാധനം. ഓ ഹെവി സാധനം, ഹെവി വള്ളം. മീൻ പോയോ? എൻ്റെ പൊന്നെ ഇതാണ്ടേ ആ ഹെവി സാധനത്തിന്റെ വായിലിരുന്ന സാധനം ഇത് നോക്കി കണ്ടോ. ഹെവി സാധനം ആണല്ലേ? അണ ഒരു 5 കിലോ മേളിലില്ലായിരുന്നു. അത് വലിയ സാധനമായിരുന്നു. ആണ്ടെ അതിന്റെ വാദിക്കാതിരുന്ന സാധനം നോക്കി. ആണ്ടെ അതിനെ വെട്ടി അടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇതിനെ ഇപ്പൊ കിട്ടിയത്. അതിന്റെ വായുന്നത് ചത്തത്, അതിന്റെ പരുവം കണ്ട. അതെ അതിന്റെ വായിക്കാത്തന്ന് നോക്കി കാടിച്ച് പരുവാക്കി വെച്ചത്. നാളെ നല്ല നീളം ഞാൻ കണ്ട സാധനം നോക്കി. അതാ ഇത്രയും വലിയ മീനെ വീഴണമെങ്കിൽ എന്താ സാധനമായിരിക്കും അത്. ഓ അതാ മുളയ്ക്കാത്ത ചുറ്റി
കുരുക്കി ഒരു പരുവാക്കി നോക്കണം. അടാ പറഞ്ഞടിപ്പിച്ചു നോക്കി, അത് പോയി. പക്ഷെ ഭയങ്കര ഇതായി പോയി, ആ പട വിഷമായി പോയി. അതിന് ജീവനുണ്ട്, അതിനെ കടിച്ചൊരു പരുവാക്കിയെന്നുള്ളത് നോക്കി. അതിന് പാട് കണ്ടോ, കടിച്ചൊരു പരുവാക്കിയെന്നുള്ളത്. നമ്മുടെ ഈ മീനെ കണ്ടോ, ഈ മീൻ സൈസ് കണ്ടോ, ഒരു 200 ഗ്രാം സൈസേ ഉള്ളൂ. ഈ മീനെ അതിനകത്ത് നല്ല ഹെവി ഒരു വാഹ, ഒരു 4 കിലോ പ്ലസ് ഒരു വാഹ അടിച്ച് ഇതിനെ അങ്ങ് വിഴുങ്ങി വെച്ചേക്കുമായിരുന്നു. അന്നേരമാണ് നമ്മൾ ഹോ എറിയുന്നത്. ആ സമയത്താണ് അടി അങ്ങോട്ട് വീണ്. പക്ഷേ പറ്റിപ്പോയെന്നറിയോ, നമ്മൾ ഹോ കറക്റ്റ് ഇരുത്തല്ല വെക്കുവാണ്. ആ മീൻ കറങ്ങി അടിച്ച് ഒന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് അതങ്ങ് ഊരി അങ്ങ് പോയി, നൈസായിട്ടങ്ങ് പോയി. അതിന് ഒന്നും പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇത് കണ്ടോ, ഇങ്ങനെ കടിച്ച് കീറി വെച്ചേക്കുക. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മീൻ വായില്ലായിരുന്നെങ്കിൽ ആ മീൻ നമുക്ക് കിട്ടിയായിരുന്നു. എന്തായാലും മണി വെട്ടിപ്പോയി. ഇത് ചത്തിട്ടില്ല കേട്ടോ, ഇതുവരെ ചത്തിട്ടില്ല ഈ മീൻ. ഇപ്പോഴെങ്ങാണ്ട് വെട്ടിയതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആക്രാന്തം, ഇത് ഇത്രയും വലിയൊരു മീൻ വായില്ലാന്നിട്ട് അവൻ ആ പോവാൻ വെട്ടിയത്. അണൊരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറുതാണ്, അയ്യ ചെറിയ നല്ല നീളമുണ്ടല്ലോ അണ്ണ. ആ ഉണ്ടാ, മണലിൻ്റെ നല്ല ഡിസൈൻ, നല്ല വെള്ള കളറേ. അതെ, ഒയ്യോ കറക്റ്റ് തെറ്റി കയറിയേക്കുന്ന. കാണിച്ചു തരാം, കയറിയേക്കുന്ന കാണിച്ചാ. അതിന്റെ നെറ്റി കൂടെ തുളച്ച് കയറിയത് ആടെ കണ്ട. ഇനിയിപ്പോൾ അതിനെ വിട്ടാ രക്ഷപ്പെടുവാണ്. ഇല്ല, അതെ, ഇനി അവൻ രക്ഷപ്പെടത്തില്ല. കാര്യം അതിന്റെ കയറിയ അവൻ്റെ നീളം കണ്ടു, ചെറിയൊരു മീൻ. എനിക്ക് തോന്നുന്നൊരു 200 ഗ്രാം അത്രേ കാണത്തുള്ളൂ. പക്ഷെ അവൻ്റെ നീളം കണ്ടു കറക്റ്റ് തന്നെ. കേട്ടോ, ഉച്ചയ്ക്ക് തന്നെ ഇവിടെ അടിച്ചേക്കുന്നത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ വിട്ടേക്കാം. ഇച്ചിരി കൂടെ മൂത്തിട്ട് വന്നിട്ട് അടിക്കുക കേട്ടോ. നമ്മള് വാഹയാണോ? ആ വാഹ അതെ, പ്രതീക്ഷിക്കാത്തുള്ള അടിയാ. ഓ അടിപൊളി അടിപൊളി, നല്ല കിടുക്ക സാധനം. ഓക്കെ കണ്ട, നമ്മളിവിടെ ഫോട്ടോ എടുത്തോണ്ടല്ലോ പഠിച്ചതാ ഈ സാധനം. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളായത്. ഇത് നമ്മൾ ലാസ്റ്റ് കയറാൻ കിട്ടിയത്. ഇത് ഫസ്റ്റ് അനീഷ് ബ്രോ അടിച്ച ഒരു നല്ലൊരു വാഹ. പിന്നെ നമ്മുടെ വാഹ അടിച്ച ഒരു തിരുവല്ലക്കാരൻ അടിച്ച ഒരു ചെറിയ ചെറുമീൻ. ഇത് ഒരു ട്വിസ്റ്റ് മീൻ, അതൊരു അങ്ങനെ ഒരു 3-4 എണ്ണത്തിനെ ഒപ്പിച്ചെടുത്തേക്കും. റോഡ് അടിച്ച മനുഷ്യൻ.